ബിസിനസ്സിനെ പറ്റി പലപ്പോഴും പല മാനേജ്മെൻറ്റ് വിധത്തിലും പറയുന്നത് അതൊരു മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണെന്നാണ്. കാരണം അതിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ബിസിനസ്സിന് എപ്പോഴും പറയാം. നമുക്കറിയാം ഉരുകിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയുണ്ട്. ഉരുകിക്കൊണ്ടിരിക്കുന്ന ഐസ്ക്രീം ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, കാൻഡിൽ ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഈ ഐസ്ക്രീമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുക ബിസിനസ് ഈസ് ലൈക്ക് എൻ ഐസ്ക്രീം, എൻജോയ് ഇറ്റ് ബിഫോർ ഇറ്റ് മെൽസ് എന്ന് വേണമെങ്കിൽ പറയാം. കാൻഡിലിനെ പറ്റിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ബിസിനസ് ഈസ് ലൈക്ക് കാൻഡിൽ, പ്രൊവൈഡ് ലൈറ്റ് ടു അതേഴ്സ് ബിഫോർ ഇറ്റ് മെൽസ് എന്ന് പറയാം. പലപ്പോഴും പല ആൾക്കാരും ഓപ്റ്റ് ചെയ്യുക ഐസ്ക്രീം ആവാനാണ്. കാരണം ഐസ്ക്രീം ആവാനുള്ള ഗുണം എന്ന് വെച്ചാൽ അതൊരു സെൽഫിഷ് എൻജോയ്മെൻറ്റ് തന്നെയാണ്. പലർക്കും താല്പര്യം അതിനോട് തന്നെയായിരിക്കും. പക്ഷെ നമ്മളൊരു സെൽഫ്ലെസ് എൻജോയ്മെൻ്റ് ആണ് കാൻഡിൽ എന്ന് പറയുമ്പോൾ. അതിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കും, അതിങ്ങനെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും, അതിങ്ങനെ ചുറ്റുവട്ടത്തുള്ള മറ്റ് സഹജീവികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു കാൻഡിൽ പോലെ ആയിരിക്കണം. അതിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കണം. ആ ഉരുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക്, ചുറ്റുവട്ടത്തുള്ളവർക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കണം, അവർക്ക് വെളിച്ചം പകർന്നുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരിക്കലും ഒരു സെൽഫിഷ് എൻജോയ്മെൻറ്റ് പോലെ നമ്മൾ ബിസിനസ്സിനെ നോക്കിക്കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ബിസിനസ്സിൽ മാത്രമായിട്ട് അവശേഷിക്കും. അതൊരു നല്ല ബ്രാൻഡിൻ്റെ ക്രിയേഷനിലേക്ക് എത്തിച്ചേരില്ല.